അന്ന് തന്നെ കൊച്ചിനെ ഞങ്ങൾ പിറ്റേ ദിവസം 27-ാം തീയതി, ഇന്നിപ്പോൾ 6 മാസം തികയുന്നു, 27-ാം തീയതി ഞങ്ങൾ സിസേറിയൻ ചെയ്തു. കൊച്ചിനെ പുറത്തേക്ക് എടുത്തു. കൊച്ചിനെ പുറത്തേക്ക് എടുത്തപ്പം തന്നെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചാൻസ് വളരെ കുറവാണ്, 24 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കൊരു ഉത്തരം കിട്ടും, പക്ഷേ ചാൻസ് വളരെ കുറവാണ്, കിട്ടുമെന്ന് തോന്നില്ല കയ്യിൽ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് കൃപാസനത്തിലെ തൈലം ഉണ്ടായിരുന്നു, അത് ഞാൻ കൊടുത്തു. അത് നേഴ്സുമാരുണ്ടായിരുന്നു. NICUവിലേക്ക് കൊച്ചിനെ കൊണ്ടുപോയപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഒരു കുരിശ് വരയ്ക്കണം, കൊച്ചിൻ്റെ മേത്ത് ഒരു കുരിശ് വരയ്ക്കണം ഇത് വെച്ചിട്ട്, ഇതെൻ്റെ ഒരു വിശ്വാസമാണ്. അതുകൊണ്ട് എനിക്ക് പക്ഷേ നല്ല ധൈര്യം എനിക്ക് തോന്നി, വൈഫിനും നല്ല ധൈര്യം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ, ബാക്കി എല്ലാവരും ടെൻഷനിലായിരുന്നു. ഞാൻ പറഞ്ഞു ഈ തൈലം ഒന്ന് കുരിശ് വരയ്ക്കണം, ഈശോയെ പ്രാർത്ഥിച്ച് ഞാൻ കുരിശ് വരച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ആയിക്കോട്ടെ സാരമില്ല ഞങ്ങൾ ചെയ്തോളാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചു വെൻറ്റിലേറ്ററിലാണുള്ളത്. അങ്ങനെ 2-3 ദിവസമായി വെൻറ്റിലേറ്ററിൽ തന്നെയാണ്. ഡെയിലി ഞാൻ പോവും, സിസ്റ്റം നേഴ്സുമാരോട് പറയും ഒന്ന് തൈലം പൂശി കുരിശ് വരയ്ക്കണം. 4-ാം ദിവസം 5-ാം ദിവസം 6-ാം ദിവസം കഴിഞ്ഞു. എന്നെ അവർ കാണിച്ചു കൊച്ചിനെ കാണിക്കും. കൊച്ചിൻ്റെ ഹാർട്ടിന് ഹോളുണ്ട്, ലങ്സിൻ്റെ ചുറ്റും മൊത്തം നീരാണ്. അപ്പോൾ നീര് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട്, അപ്പോൾ ഒരു കിഡ്നി ചെറുതാണ്, അപ്പോൾ ഇതുണ്ടാവുമോയെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് ഒരു ടെൻഷനും തോന്നിയില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പോയി എന്നും കുരിശ് വരയ്ക്കും, ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ തൈലം പൂശും, ഞാൻ വരും. അപ്പോൾ എനിക്ക് ടെൻഷനില്ല. ഇവളും റൂമിലേക്ക് മാറ്റി. അങ്ങനെ ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് ആണ് അതിൻ്റെ ഇടയ്ക്ക് ഈ എൻ്റെ സർട്ടിഫിക്കറ്റ് വരാനുള്ള സർട്ടിഫിക്കറ്റ് എന്താണെന്നറിയില്ല. അതാണ് ഞാൻ കാണുന്നത് ഏറ്റവും വലിയ എനിക്കൊരു അത്ഭുതമായി തോന്നിയത്. അന്ന് ഞാൻ ഇവളെ അഡ്മിറ്റാക്കിയ അന്ന് ഇവൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ സിസേറിയൻ. അപ്പോൾ അന്ന് കൊണ്ടുപോകുന്നതിൻ്റെ അന്ന് ഞാൻ UK വെറുതെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അയച്ച മെയിലുകളൊന്നും നിങ്ങൾക്കും കിട്ടിയില്ല, നിങ്ങൾ അയച്ച മെയിലുകളൊന്നും എനിക്കും കിട്ടിയില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇത്രയും വർഷമായിട്ട് ഞാൻ അയച്ച മെയിലുകളും അവരയച്ച മെയിലിനൊന്നും ഒരു വ്യത്യാസമില്ല. അന്ന് ഞങ്ങൾ ഒരു മെയിൽ അയച്ചു, അങ്ങോട്ടും കിട്ടി ഇങ്ങോട്ടും കിട്ടി. അന്ന് എൻ്റെ സർട്ടിഫിക്കറ്റ് വരികയും ചെയ്തു. അത് എങ്ങനെയാണെന്ന് ഇതുവരെ എനിക്കറിയില്ല, അവർക്കും ഒന്നും മനസ്സിലായില്ല. ഇത്രയും കാലം അവർ റിപ്ലൈ അയച്ചിരുന്നത് ഞാൻ റിപ്ലൈ അയച്ചിരുന്നതൊക്കെ ഒരൊറ്റ മെയിലിലായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു അന്നത്തോടെ സർട്ടിഫിക്കറ്റും കിട്ടി, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പോയിരുന്നേനെ. അങ്ങനെ ഒരു 15 ദിവസം 20 ദിവസം കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിനെ ഞങ്ങൾക്ക് NICUവിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റി. ഒരു കുഴപ്പങ്ങളും ഇല്ലാണ്ട് മാതാവും ദൈവവും ഞങ്ങൾക്ക് തന്നു കൊച്ചിനെ. ഞങ്ങൾ ഒരു കുഴപ്പമൊന്നും ഡോക്ടർമാർ പറഞ്ഞു ലാസ്റ്റ് 30 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ 10-20 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് ഷിപ്പിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് NICUവിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കൊച്ചിനെ ഇങ്ങനെ നിങ്ങൾക്ക്